ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. നമുക്കിന്ന് വൈറ്റ് പേപ്പറിലായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള മണ്ഡല ആർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സർക്കിൾസ് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പ്രത്യേക അളവൊന്നും എടുക്കണില്ല കേട്ടോ. ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ ഒരു 6 സർക്കിൾസാണ് ഞാൻ വരച്ചെടുത്തേക്കണേ. നമുക്ക് ഇഷ്ടമുള്ള എണ്ണത്തിൽ വരയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിൽ വരച്ചേക്കണ ഏറ്റവും ആദ്യം നിൽക്കുന്ന ആ ഒരു സർക്കിളിലായിട്ടും പിന്നെ ഏറ്റവും പുറമേ ഉള്ള സർക്കിൾ ഉണ്ടല്ലോ അവിടെ ആയിട്ടും കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പാറ്റേണൊക്കെ വരച്ച് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ ഒരു മണ്ഡല ഡ്രോയിങ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കോമ്പസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ കോമ്പസ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ 1 സെൻറ്റിമീറ്റർ അളവാണ് എടുത്തേക്കണേ. എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് പോവാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഉള്ളിലുള്ള ആ ഒരു സർക്കിൾ മേലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ സർക്കിൾ വരച്ചു കൊടുത്തപ്പോൾ ആ ഒരു സെൻറ്ററിലായിട്ടൊരു പോയിൻ്റ് വരുന്നുണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളിപ്പോൾ ആ പുറമേ ഉള്ള സർക്കിൾ ഉണ്ടല്ലോ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സെൻറ്ററിലുള്ള പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്നായിട്ട് നമ്മൾ പുറമേ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഓരോ പോയിൻറ്റിലേക്കും വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ പാറ്റേൺസ് വെച്ചിട്ട് നമുക്കതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ പാറ്റേൺസ് വരയ്ക്കാനായിട്ട് നമ്മുടെ ബ്ലാക്ക് കളറിലെ മാർക്കർ പെന്നാണ് എടുത്തേക്കണേ. പിന്നെ ഏറ്റവും ഉള്ളിലുള്ള സർക്കിളിലായിട്ട് ഇതുപോലെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ആണ് കേട്ടോ. പിന്നെ ആ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഡാർക്കായിട്ട് വരച്ചേ ഉള്ളൂ. കാരണം നമുക്ക് ഔട്ട്ലൈനൊക്കെ ലാസ്റ്റ് മായ്ച്ച് കളയാനായിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളതൊന്ന് വരച്ചെടുക്കുകയാണ്. പിന്നെ ആദ്യം വരച്ചു കൊടുത്തേക്കുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അവിടെ ആയിട്ട് നമുക്ക് ഡബിൾ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ ഈ മണ്ഡല പാറ്റേൺസൊക്കെ വരച്ചു കൊടുക്കുമ്പോൾ ഡബിൾ ആയിട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും, അതുപോലെ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു പാറ്റേണിലായിട്ട് ഒന്നിടവിട്ട ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കണേ. പിന്നെ നമ്മൾ പാറ്റേൺസ് വരച്ച് വന്നപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടെ ആയിട്ട് ഒരു ചെറിയ സംഭവം പറ്റിയെന്ന് വെച്ചാൽ ഒന്ന് മാത്രം ഇങ്ങനെ 2 ഇത് കൂടുതലായിട്ട് വരും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഓഡ് നമ്പറാണ് വന്നേക്കണേ. അപ്പോൾ ഒന്നിടവിട്ട ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഡാർക്കൻ ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം 2 എണ്ണം അടുപ്പിച്ച് ഇങ്ങനെ കളർ ചെയ്യാത്ത രീതിയിൽ വരും. ഇനിയിപ്പോൾ അടുത്തൊരു പാറ്റേൺ വരച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ അടുത്ത പാറ്റേൺസ് വരച്ചു കൊടുക്കും. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരുപാട് പാറ്റേൺസ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ആ ഒരു പാറ്റേൺ വരച്ചു കൊടുത്തിട്ട് ഡബിളായിട്ട് ചെയ്തേക്കുന്നുണ്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ കുറച്ച് ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും പുറമേ ഉള്ള ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ.
പിന്നെ പാറ്റേൺസ് എല്ലാം സിമ്പിളാണ്. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുകയാണ്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് എല്ലാ പാറ്റേൺസും നമ്മൾ വരച്ചു കൊടുത്തേക്കണേ. നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടല്ലോ അവിടെയായിട്ട് കറക്റ്റ് ഒന്ന് വരച്ചെടുത്താൽ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം നമ്മുടെ പാറ്റേൺസൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ പാറ്റേൺ ഔട്ട്ലൈൻ വരച്ചെടുത്തില്ലായിരുന്നോ, അതൊന്ന് മായ്ച്ച് കളയാം കേട്ടോ. ഇനി ആ ഉള്ളിലുള്ള സർക്കിളിലായിട്ട് നമ്മളൊരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോട്ട്സ് എഴുതിയെടുക്കാം. ഞാനിപ്പോൾ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നാണ് എഴുതണേ. അപ്പോൾ ആദ്യം ഓറഞ്ച് കളറിലെ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായത്. പിന്നെ അതിന് മുകളിൽ കൂടി നമ്മൾ യെല്ലോ കളർ വെച്ചിട്ട് ഒന്നുകൂടി എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അതുപോലെ തന്നെ കോഡ്സും നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്ത് നമ്മുടെ വാളിലേക്ക് ഒട്ടിക്കാനായിട്ട് പറ്റും. കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഒരു അടിപൊളി വാൾ ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വൈറ്റ് കളറിലെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഒരു ഫ്രെയിം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രെയിമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇത് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.